സഹിക്കാൻ പറ്റണില്ലല്ലോ. ഒരാഴ്ച കുടിക്കാനുള്ള സാധനം ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്. ഈ നാടാണ് ഇതിൻ്റെ ഒക്കെ കാരണം. ഇനി 2 ബോട്ടിലുണ്ട്, പക്ഷെ ഈ നാട് വിടുന്നിടം വരെ മിച്ചം വെച്ചേ കുടിക്കാവൂ. മോനിക്കുട്ടി, ചേട്ടൻ വരുന്നടി. നിനക്ക് വേണ്ടി മാത്രമാ വരുന്നത്. നിന്നെ മടിയിലെടുത്ത് വെച്ച് ചേട്ടൻ ഒരു കളിയുണ്ട്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇതെന്താ കോട്ട ഇങ്ങനെ ഇരിക്കുന്നേ? അതിനോടകം ഞാൻ എത്തിപ്പോയോ? അത് ശരി, വണ്ടിയിൽ വരുന്നതിനേക്കാളും സ്പീഡിൽ എത്തിയല്ലോ. ഈ മോഹിനി കൊച്ച് എവിടെ പോയിരിക്കുക? എടി മോഹിനിക്കുട്ടി, നീ എവിടെ? മയിര് കഴുതകളെ പോലെ 2 എണ്ണത്തിനെ കാവല് നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മോഹിനി തമ്പുരാട്ടിയെ കാണാൻ വന്നതാ. നിങ്ങളൊന്നും മിണ്ടാണ്ടൊന്നും മാറി നിന്നാ എന്റെ ചെക്കന്റെ അകത്തേക്ക് പോയിട്ട് അവന്റെ പണി നടത്തിയിട്ട് അവൻ സ്ഥലം വിടും. അമ്മ അദ്ദേഹത്തെ അകത്തോട്ട് അയക്കാനാ പറഞ്ഞത്. അതാടാ ബിറ്റു. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ അകത്ത് ചെന്ന് എന്റെ മോഹിനിക്കുട്ടിയോട് പറഞ്ഞ നിങ്ങളെല്ലാം പണിന്ന് പിരിച്ചുവിടും. അത് ശരി, എന്നെ കാത്തിരിക്കുകയാണോ? ഞാൻ ദേ വന്നു മോളെ. മോഹിനി, എന്റെ മോഹിനി, നിന്നെ കാണാൻ എത്തി ഞാൻ. നിന്റെ ചേട്ടൻ വന്നു. ചായയോ കാപ്പിയോ തന്ന് സൽക്കരിക്കില്ല ചേട്ടനെ. സാധാരണഗതിയിൽ എല്ലാവരും മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് കവിത എഴുതുക. പക്ഷേ ഈ കാലുകൾക്കിടയിലുള്ള സൗന്ദര്യം കണ്ടിട്ട് ആരെ കൊണ്ടും എഴുതാൻ സാധിക്കില്ല. ഇവിടെ ഒന്നും ഉമ്മ വയ്ക്കാതെ എൻ്റെ മനസ്സിന് ഒരു ആശ്വാസവും കിട്ടില്ല. ഹേയ്, സോറി, കൺട്രോൾ ഒന്ന് ചെറുതായിട്ട് പോയതാ. സോറി. ഹേയ് സോറി. നിക്കടി, എങ്ങോട്ടാ പോകുന്നേ? എടി, കാലിൽ ഉമ്മ വെച്ചതേ ഉള്ളൂ, അതിന് നീ കൊല്ലു തന്നെ. ഒരാഴ്ച നീ സമയം തന്നതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ കൊല്ലണേ? ശരിയല്ല. ഈ കോട്ടയുടെ പുറത്തെ ലുക്കും ഈ ബെഡ്റൂമിന്റെ ലുക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഇന്റീരിയേഴ്സ് ഒക്കെ അടിപൊളി തന്നെ. എങ്ങാനും ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് വരെ ഒരു വാക്ക് നീ സംസാരിച്ച നിന്നെ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടിക്കളയും ഞാൻ. മനസ്സിലായല്ലോ? പെണ്ണുങ്ങളുടെ സൗന്ദര്യം തന്നെ ഒരു പ്രത്യേകതര സൗന്ദര്യമാടി. അതെന്റെ മോഹിനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് സമ്മതിച്ചേ പറ്റൂ. നിന്നെ എത്രത്തോളം ഞാൻ ആസ്വദിക്കുന്നു അത്രത്തോളം ഞാൻ എൻ്റെ മരണത്തെ മറക്കുന്നു. അത്രയ്ക്കധികം നീ എന്നെ ആകർഷിച്ചിരിക്കുന്നു.